ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞമ്മക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നൊരു അടിപൊളി മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ പെരുന്നാളും കഴിഞ്ഞ് പെരുന്നാളിൻ്റെ പിറ്റേന്നും എല്ലാം നമുക്ക് വിരുന്നേരം കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് മന്തി ഉണ്ടാക്കുകയാണ്. അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കട്ടെ. എന്നെപ്പോലെ വിവരമില്ലാത്തവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നിത് ഫുള്ളായിട്ടൊന്ന് കാണുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ബീഫ് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് മന്തി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് ഒന്ന് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ ഉള്ളിയും ഒരൊറ്റൊന്ന് ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരിച്ച് വെച്ചത് കുറച്ചുണ്ടേനി കേട്ടോ. അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സ്പൂണ് നല്ല ജീരകം, ഒരു സ്പൂണില്ല കേട്ടോ, ഒരു അര സ്പൂണ് നല്ല ജീരകം, ഒരു സ്പൂണ് നമ്മളെ കുരുമുളകിൻ്റെ പൊടി കേട്ടോ, പിന്നെ ഒരു സ്പൂണ് മന്തി മസാല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ ഒരു മസാലയിൽ കുറച്ച് നമ്മൾ ഇനി മന്തി ഉണ്ടാക്കുമ്പോഴും ഇതേ മസാലകൾ വീണ്ടും ഇടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ല ജീരകത്തിൻ്റെ അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അര സ്പൂണ് നല്ല ജീരകം, ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഒരു സ്പൂണ് മന്തി മസാല കേട്ടോ. പിന്നെ നമ്മളൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ലോണം നമ്മളത് കൈകൊണ്ട് നമിണ്ടി നല്ലോണം അരച്ച് തേച്ച മതി തന്നെ കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ 1.5 കിലോനാണ് കേട്ടോ ചിക്കനല്ല കേട്ടോ, ബീഫ് 1.5 കിലോൻ്റെ മന്തി അരിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ. നാളേക്കുള്ള സംഭവങ്ങൾ നമ്മളിത് മസാലയൊക്കെ പുരട്ടി വെച്ചാൽ നല്ല അടിപൊളിയാവും കേട്ടോ. പിന്നെ നമ്മൾ പാകത്തിന് ഒരു നുള്ള് ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഓയിൽ ഒഴിച്ച് കൊടുത്തത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ലാസ്റ്റ് മല്ലിയിലയും പുതിനൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്നും കൂടെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിലേക്ക് അവിടെ സെറ്റാക്കി വെച്ചാൽ നമ്മളെ പിറ്റേന്ന് നല്ല അടിപൊളിയാവും കേട്ടോ. പിന്നെ നമുക്കതൊരു കുക്കറിലിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിച്ചാൽ ഈ ബീഫ് അങ്ങോട്ട് വേവും. ഇനി നമുക്കിതാ ഈ പാത്രത്തിലുള്ള ബീഫൊക്കെ നല്ലോണം മസാല പുരട്ടി വെച്ചത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മളിതാ പിറ്റേന്നാട്ട് പരിപാടികളൊക്കെ ഇനി നമുക്കൊരു പണിയില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മസാലകളും കൂടെ ഇട്ട് കൊടുത്താൽ ഈ ബീഫും വെന്താൽ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേന്നൊക്കെ ആയി നമ്മൾ ആ പാത്രത്തിലുള്ളതാ നമ്മളെ ബീഫൊക്കെ നമ്മളെ കുക്കറിലൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം വിസിലടുപ്പിക്കാം കേട്ടോ. ഒരു 3 വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മസാലയൊക്കെ ഇട്ട് പിന്നും നമ്മളൊരു പാത്രത്തിലൊക്കെ ഇട്ടുകാണ്ട് ഒന്നും കൂടെ ഒരുപാട് നേരം വേവിക്കും. ഒരുപാട് നേരം വേവിക്കുന്നതല്ല, നമ്മളിത് വിസിലടിപ്പിച്ചാൽ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ അതിലേക്ക് ഒഴിച്ച് വന്ന് അതൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേന് നമ്മൾ ബീഫൊക്കെ നല്ല പാകത്തിന് സെറ്റാവും കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടെ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചപ്പ് പുതിന എല്ലാം അവിടെ നല്ലോണം അരിഞ്ഞ് സെറ്റാക്കി വെച്ചാണ്ട് തലേന്നേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാളിയും ഒരു ഉള്ളി 3-4 പച്ചമുളക് 2 അല്ലി വെളുത്തുള്ളി കേട്ടോ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ ചപ്പ് പുതിന എല്ലാം ഇട്ടുകൊണ്ട് ഒന്ന് നല്ലോണം പേസ്റ്റ് രൂപത്തിലൊക്കെ കേട്ടോ. 3 തക്കാളി, ഒരു ഉള്ളി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, അതൊക്കെ നുള്ളു മതി കേട്ടോ. അതൊക്കെ നല്ലോണം പേസ്റ്റ് രൂപത്തിലായാലും നമ്മൾ മസാല റെഡി ആയിട്ടോ. നമ്മളിതെല്ലാം നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ക്യാപ്സിക്കം കേട്ടോ, അതും അരിഞ്ഞുകാണ്ട് നല്ല ചെറുതാക്കി അരിഞ്ഞുകാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്നലെ നമ്മൾ ബീഫിൽ ഇട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ പകുതിയായിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇന്നലെ അത് ഇട്ട് കൊടുത്തിട്ടില്ല, അത് കുറച്ച് മതി. അതുകൊണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 സ്പൂണ് മന്തി മസാല കേട്ടോ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളിവിടെ വെള്ളം വെച്ചിന് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം തിളച്ച് വരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അതവിടെ മാറ്റി വെച്ചിട്ട് ഇത്
വെള്ളത്തിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത സാധനം ഒരു 3-4 നമ്മളെ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം നമ്മൾ ഈ കറാമ്പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരൊറ്റന്ന്. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു നുള്ള് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതാ നമ്മൾ ചെറുനാരങ്ങൻ്റെ നീര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കറുത്ത ചെറുനാരങ്ങ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ സാധനം ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സാധനം വാങ്ങാൻ മറന്നു പോയിട്ടോ. അപ്പോൾ നമ്മൾ കുരുമുളക് അച്ചേൽക്ക് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ കുരു ഉണ്ടല്ലോ പൊടിക്കാത്ത. പിന്നെ ഒരു 3-4 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറാമ്പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറാമ്പട്ടൊക്കെ ഉള്ളവർ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ എല്ലാം കൂടെ മസാല നമുക്ക് ഈ കറാമ്പൂവൊക്കെ ഇടുമ്പോൾ അധികം ഒരു ചൊയ ഓവറാവരുത്, അതെനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പം ഞാനിതാ അപ്പോഴത്തേന് അരിയൊക്കെ വെള്ളമൊക്കെ നല്ലോണം തിളച്ചപ്പം ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ മസാലയൊക്കെ ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 2-3 വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ അതിലേക്കുള്ള വെള്ളം കണ്ടില്ലേ, അതൊക്കെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലോണം വറ്റി വരുമ്പോഴത്തേന് നല്ലോണം സെറ്റാവും കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് എല്ലാ മസാലകളും ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതിലേക്ക് ഒരു നുള്ള് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് കുറച്ച് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ 2 മാഗി ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ലേശം ഉപ്പ് കൂടും. മാഗി ക്യൂബിൽ നല്ലോണം ഉപ്പുണ്ടാവും. അപ്പം ഞാൻ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് ഒരു നുള്ള് ഓയിലും അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വെന്ത ബീഫും അതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ആ പാത്രം കൊണ്ട് തന്നെ ആ കോരി കൊണ്ട് തന്നെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്ത്. ബീഫൊക്കെ നല്ല ചൂടല്ലേ, അപ്പം നമ്മൾ കൈ പൊള്ളും വിചാരിച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം ഇളക്കി മറിച്ചങ്ങോട്ട് കൊടുത്ത് പിന്നെ ആ ബീഫിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ നല്ലോണം വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ചും കൂടെയൊക്കെ വെള്ളം ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് വെള്ളം അവിടെ മാറ്റി വെച്ചിട്ട് നമ്മളെ ചോറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേനും നമ്മൾ ചോറൊക്കെ നമ്മളിവിടെ നല്ലോണം സെറ്റാക്കി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫൊക്കെ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അതിൻ്റെ മുന്നേ കുറച്ച് ബീഫ് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഒന്നൊരു ഭംഗിക്ക് വേണ്ടി ഏറ്റവും മുകളിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. പിന്നെ നമ്മൾ ബീഫൊക്കെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കും നമ്മളെ മല്ലിയും പുതിനയും എല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ ചോറിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ബിരിയാണി ദമ്മാക്കുന്ന മാതിരി നല്ലോണം അടിപൊളിയായിട്ട് നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീണ്ടും മുകളിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് ഒരു നുള്ള കളർ കേട്ടോ. വീണ്ടും ലാസ്റ്റ് നമ്മളെ ബീഫിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും മുകളിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വീണ്ടും അതൊക്കെ നമ്മൾ ചപ്പും പുതിന ഇട്ട് കൊടുത്ത് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ നടുവിൽ നമ്മൾ ഓരോ പച്ചമുളക് കുത്തി ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എല്ലാവരും വെക്കുന്നതാണ്. അതൊക്കെ ഒരു ഭംഗിക്ക് അവിടെ കിടക്കട്ടെ അല്ലേ. അപ്പോൾ അടിപൊളി കഴിഞ്ഞിട്ട് മന്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ബീഫൊക്കെ നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ തിന്നവരോട് നമ്മൾ ചോദിച്ച് നോക്കണം. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മൾക്ക് പിന്നെ ഇമ്മാതിരത്തെ ചോറുകളൊന്നും നമ്മൾ തിന്നലില്ല കേട്ടോ. എന്നാലും ഞാൻ ഉണ്ടാക്കിയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ചോറൊക്കെ കുറച്ച് ഒരു പിടിയൊക്കെ തിന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി, ഇനി കുഴപ്പമൊന്നുമില്ല കേട്ടോ. മന്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കണലൊക്കെ ഉണ്ടാക്കിക്കാണ്ട് എല്ലാവരും ചെയ്യുന്ന മാതിരി പുക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാർക്കോളെന്നൊക്കെ എന്തൊക്കെയോ പറയില്ല, അപ്പം നമ്മൾ പറയാം പുക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മന്തി ഇവിടെ നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ആൾക്കാർക്കും ഏത് ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഉണ്ടാക്കട്ടത്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനിയും മന്തിക്കുള്ള തക്കാളി ചട്ടിനിയാണ് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മയോണൈസൊക്കെ എൻ്റെ മോനെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ആ തക്കാളി ചട്ടിനി ഉണ്ടാക്കാൻ ഞാൻ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളിൻ്റെ പകുതി കേട്ടോ, അതും എടുത്ത് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പ് പുതിന, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളക് ഇടാൻ മറന്നു പോയി. അപ്പോൾ ഒരു തക്കാളിയൊക്കെ ഒരൊറ്റടി അടിച്ചപ്പോഴത്തേന് നമ്മൾ പിന്നെ ഒന്നും കൂടെ വീണ്ടും ഇട്ട് കൊടുത്ത് പിന്നെ അത് നല്ലോണം അടിച്ചെടുത്ത് പിന്നെ കുറച്ച് സുറുക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നോക്കുമ്പം ഒന്നും കൂടെ അടിയാനുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത് വീണ്ടും അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി
ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മളിതാ കുറച്ച് സുറുക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സുറുക്കൻ്റെ ആ ഒരു മൂടിക്ക് മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പാകത്തിനുള്ള ഒരു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം തക്കാളി ചട്നി ഇവിടെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മയോണൈസിൻ്റെ ആൾ എൻ്റെ മോനെ ഇനി അത് കാണിക്കാൻ മറന്നു പോയിട്ടോ. അപ്പോൾ എൻ്റെ താത്ത വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ താത്ത കാണിട്ടോ നല്ലോണം അതിങ്ങനെ സെറ്റാക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു വിരുന്നേരും കൂടെ വരാനുണ്ട് കേട്ടോ. അവർക്കും കൂടെ ഉണ്ടാക്കിയതാണ്. അപ്പം ആദ്യം നമ്മൾ മന്തിയൊക്കെ ഒരു ചോറൊക്കെ ഒരു പാത്രത്തിലേക്ക് നല്ലോണം എടുത്ത് വെച്ചിട്ട് പിന്നെ മസാലയൊക്കെ ഇട്ട് ഒന്ന് നല്ലോണം ഇളക്കിട്ടോ. അപ്പോൾ നമ്മൾ മന്തി ഇതാ ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏത് മക്കൾക്കും ഏത് പ്രായം കുറഞ്ഞൊരു 18, 17, 15 വയസ്സായ മക്കൾക്കൊക്കെ നല്ല ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി മന്തിയാണ് കേട്ടോ. ബീഫ് മന്തിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.